ഇന്ന് ഞാനിവിടെ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കാൻ പോണത്. അതൊരു അറബിക് വേർഷൻ ബിരിയാണിയാണ്. ഇത് ഞാൻ പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, പുറത്ത് പോയി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വീട്ടിലുണ്ടാക്കിയ കണക്ക് അത്രയും രുചിയായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. വളരെ എളുപ്പവും അതുപോലെ തന്നെ വളരെ സ്വാദുമാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കണം കേട്ടോ. ഞാനിതിലേക്ക് 2 കപ്പ് ബസ്മതി അരിയും 1 കിലോ ചിക്കനുമാണ് എടുത്തിട്ടുള്ളത്. അരി എപ്പോഴും ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോഴേ ഈ ചിക്കൻ എന്ന് പറയുന്നത് തൊലിയോട് കൂടി വേണം നമ്മളത് 2ആയിട്ട് വെട്ടിയെടുക്കണം. നെടുകെ 2ആയിട്ട് നീളത്തിൽ വെട്ടിയെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും, ഒരു വലിയ നുള്ള് കുങ്കുമപ്പൂവും കുറച്ച് എണ്ണയും ഉപ്പിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഈ ചിക്കനിലേക്ക് ആകവും പുറവുമെല്ലാം നല്ലതുപോലെ പുരട്ടണം. അവസാനം കുറച്ച് റെഡ് കളർ എടുത്തിട്ട് അതിൻ്റെ ആ 2 ഭാഗത്തും ഒരു ശകലമായിട്ടൊന്ന് തടവി കൊടുക്കണം. അത് ബേക്ക് ചെയ്ത് വരുമ്പം ചിക്കൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് 1 മണിക്കൂറെങ്കിലും നമ്മൾ അടച്ച് വച്ചിരിക്കണം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മസാലകളാണ്: ഒരു വലിയ സവാളയുടെ പകുതി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 വലിയ എരിയില്ലാത്ത പച്ചമുളക്, ഒരു ചെറിയ കരണ്ടി മല്ലിയും അതുപോലെ തന്നെ ജീരകവും കുരുമുളകും, 2-3 പട്ടയുടെ ഇല, 2 ഇഞ്ച് നീളം കറുകപ്പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക. ഇത്രയുമാണ് ഇതിലേക്ക് മസാലയായിട്ട് വേണ്ടത്. ഇനി അടുപ്പത്ത് ഒരു പാത്രം വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 വലിയ കരണ്ടി എണ്ണ ഒഴിക്കണം. ഒലിവ് ഓയിലാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. വേറെ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് വഴറ്റണം. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കാണ് നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് ഒന്ന് വഴണ്ട് മണം വരുമ്പോഴത്തേക്കും 2 കപ്പ് അരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആ 2 കപ്പ് അരിക്ക് ഞാൻ 3.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. തിളച്ച വെള്ളമല്ല, പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് ബാക്കിയുള്ള മസാല കൂട്ടെടുത്ത് വെച്ചിരിക്കുന്നില്ലേ, അതെല്ലാം ഉപ്പും കൂടെ ചേർത്തിട്ട് ബാക്കി മസാല കൂട്ടും കൂടെ തട്ടിയിട്ട് കൊടുക്കണം. ഇത് അപ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഇതെല്ലാം വെള്ളം ഒഴിച്ച് ഈ മസാല കൂട്ടൊക്കെ ഇടുന്നത്. ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി അത് ഇതിനകത്തോട്ട് തട്ടി ഇട്ട് നല്ലതുപോലെ ഇളക്കി ഇനി ഈ പാത്രത്തിലേക്ക് അലൂമിനിയം ഫോയിൽ പേപ്പർ എടുത്ത് അതിൻ്റെ മുകൾ ഭാഗം നല്ലതുപോലെ സീൽ ചെയ്യണം. നല്ല ആവി പുറത്ത് പോകാത്ത വിധത്തിൽ നല്ലതുപോലെ സൈഡെല്ലാം നല്ലതുപോലെ വച്ചിട്ട് അതിൻ്റെ മധ്യഭാഗത്ത് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളൊരു സാധനം വെച്ച് ദ്വാരം ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ ചിക്കൻ എടുത്ത് വെച്ച് കൊടുക്കേണ്ടത്. ഈ ചിക്കൻ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് വീണ്ടും ഒരു അലൂമിനിയം ഫോയിൽ എടുത്ത് നല്ലതുപോലെ ചുറ്റും പൊതിഞ്ഞ് ഇറുക്കി അടച്ചിട്ട് കുക്കിംഗ് റേഞ്ചിനകത്തോട്ട് ബേക്ക് ചെയ്യാനായിട്ട് എടുത്ത് വെക്കണം. ഇത് 200 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂർ ബേക്ക് ചെയ്യണം. താഴെ മാത്രമേ തീയിടാൻ പാടുള്ളൂ. അത് ബേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ പുറത്തെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ മേളത്തെ തട്ട് വളരെ സൂക്ഷിച്ചെടുക്കണം. കയ്യിൽ ആവി തട്ടരുത്. ആ ചിക്കനെ നമ്മൾ പൊടിഞ്ഞു പോകാതെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ തൊലിയെല്ലാം ഇളകിഞ്ഞ് പോരും, പിന്നെ ഭംഗി ഉണ്ടാവില്ല. അതല്ല ഡെക്കറേറ്റ് ചെയ്യാൻ. ചോറിൻ്റെ കവറും മാറ്റി വെച്ചിട്ട് അതിലേക്ക് ആ ചോറ് ഇളക്കി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്തുമാത്രം സോഫ്റ്റായിട്ട് അത് വെന്തിട്ടുണ്ടെന്നുള്ളത്. ഇനി ഇതിലേക്ക് തിരിച്ച് ആ ചിക്കനെ എടുത്ത് വയ്ക്കണം. ഈ 2 ചിക്കനും അതിൻ്റെ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ഒരു ഉള്ളിയുടെ ഇതള് അതെടുത്ത് അതിലേക്ക് ഒരു ചാർക്കോൾ കരി, ഏതെങ്കിലും ഒരു കരി എടുത്ത് തീ കത്തിച്ച് ഈ ഉള്ളി ഇലക്കകത്ത് വെച്ചിട്ട് അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ആ ആവി ഈ ചോറിനകത്ത് നല്ലതുപോലെ പതിയണം. അതിനാണ് നമ്മൾ പെട്ടെന്ന് ഇതിനെ അങ്ങ് മൂടി വയ്ക്കണം. ഒരു 10-15 മിനിറ്റ് നേരം മൂടി വെച്ചതിന് ശേഷം ഇതിനെ നമുക്ക് തുറന്ന് എടുക്കാം.
ഇതെല്ലാം മാറ്റിയതിന് ശേഷം ചിക്കനെയും പുറത്തെടുത്ത് നമുക്ക് വിളമ്പാനായിട്ട് പാത്രത്തിലേക്ക് ചോറിനെയും ചിക്കനെയും എടുത്ത് വയ്ക്കാം. അങ്ങനെ ഇന്ന് സ്വാദിഷ്ടമായ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കി. എത്ര എളുപ്പമാണല്ലേ. മസാലയും കുറവാണ്, എണ്ണയും കുറവാണ്, പക്ഷേ രുചി അതിഭയങ്കരമാണ്. അത് അനുഭവം കൊണ്ട് പറയുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്കൊരു ചമ്മന്തി, അതിനൊരു സലാഡുണ്ട്. അത് സലാഡും കൂടെ നമ്മൾ ഉണ്ടാക്കണം. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു വലിയ പഴുത്ത തക്കാളിയും 1/2 സവാളയും പച്ചമുളകും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും ഉപ്പും വിനീഗറും ചേർത്ത് നല്ലതുപോലെ ചെറുതായിട്ട് അരച്ച് എടുക്കണം. ഇതാണ് അതിൻ്റെ കൂടെയുള്ള സലാഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു വിഭവം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഓക്കെ, ബൈ.